ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞാൻ മീല ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു റീയൂസ് ഐഡിയ ആണ്. നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പഴയ ഷോളൊക്കെ എങ്ങനെ നമുക്ക് നല്ല ബെസ്റ്റ് ആയിട്ട് റീയൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇഷ്ടം പോലെ ഷോളുകളൊക്കെ, ചുരിദാറിന്റെ ഷോളുകളൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു നെറ്റിന്റെ ഒരു ഷോളാണിത്. ഈ ഒരു ഷോൾ വെച്ചിട്ട് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഷോൾ ഇങ്ങനെ രണ്ടാക്കിയിട്ടൊന്നും മടക്കി എടുത്തിരിക്കുകയാണ്. അതിനുശേഷം അത് ഇവിടെ വെച്ചിട്ടൊന്ന് ഇതൊന്ന് കട്ട് ചെയ്യാണ്. നമുക്ക് അളവൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇതിന്റെ മുകൾ വശത്ത് ഒരു ലൈസ് പോലത്തെ ഒരു സംഭവം ഉണ്ട്, അത് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇതിങ്ങനെ മടക്കി എടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഈ ഒരു രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സൈഡും ആ ഒരു സൈഡും കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മുകൾ വശത്ത് ഈ ഒരു ലേസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് മുകൾ ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം. അപ്പൊ ഇതിനെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു നല്ലൊരു നെറ്റ് ബാഗായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് വെജിറ്റബിളോ ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു നെറ്റ് ബാഗ് യൂസ് ചെയ്യാം. നമുക്ക് ഇങ്ങനത്തെ ഇത് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ അത് വേറൊരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഞാൻ സിബ് വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൺലൈനിലൊക്കെ പൈസ ഒക്കെ കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ നെറ്റിന്റെ ഷോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ ഓറഞ്ചാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ആ ഓറഞ്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇവിടെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം. നമ്മുടെ വെജിറ്റബിൾസോ സവാളയൊക്കെ നമുക്ക് ഇതേപോലെ ഈ ഒരു നെറ്റ് ബാഗിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഇത് നല്ലൊരു ഐഡിയ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള പഴയൊരു ഷോൾ കൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമുക്ക് പൈസയൊന്നും ചെലവാക്കാതെ ഈ ഒരു വെജിറ്റബിൾ ബാഗ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി അതുപോലെ തന്നെ ഞാൻ ആ ഒരു ഷോളിന്റെ ഒരു ചെറിയ പീസ് ഇത് അവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ രണ്ടാക്കി ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് മടക്കി കൊടുക്കണം. ഇത് ഞാൻ 4 ആക്കി ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നൊരു വി ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു നെറ്റിന്റെ ക്ലോത്ത് ഞാൻ ഇവിടെ ഇതുപോലെ വി ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് അരികു വശത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ആയിരിക്കും. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ കെട്ടുന്ന ഒരു ബാൻഡില്ലേ, ഇതുപോലത്തെ ഒരു കറുത്തൊരു ബാൻഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഒരു ബാൻഡിലേക്ക് ഞാൻ ഈ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. ഇപ്പൊ നമുക്കിതൊരു നല്ലൊരു ബോ പോലെ കിട്ടുന്നതാണ്. ഈ ഒരു ബോ നമുക്ക് കുട്ടികളുടെ ഒക്കെ തലയിലൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിട്ടിരിക്കും. ഇത് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എന്നാലും നമുക്ക് ഇതുപോലെ നെറ്റിന്റെ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് വീടുണ്ടാക്കി എടുക്കാവുന്നതാണ്. നമുക്കിത് ഇതുപോലെ ഒന്ന് ടൈറ്റ് ആക്കി ഒന്ന് കെട്ടിക്കൊടുക്കാം, എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ സെന്ററിൽ ഒരു സ്റ്റോൺ എന്തെങ്കിലും മുത്ത് എന്തെങ്കിലും വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഷാൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷാൾ ഞാൻ ഇങ്ങനെ രണ്ടാക്കി ഒന്ന് മടക്കിയതിന് ശേഷം സെൻട്രിൽ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ ഇത് 2 പീസായിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഒരു പീസ് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇനി അടുത്തൊരു പീസ് എടുക്കാം. ഈ ഒരു പീസ് നമുക്ക് 3 ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. 3ഉം ഈക്വൽ അളവിൽ വേണം കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതിനെ 3 ഭാഗങ്ങളായിട്ട് ഈ ഒരു ഷാളിന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് തലമുടിയൊക്കെ പിന്നിടൂലേ, അതുപോലെ ഇതൊന്ന് പിന്നിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് 3 ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഒരു സൂചി നൂലും ഉപയോഗിച്ചിട്ട് ഇത് 3ഉം ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് തുന്നി കൊടുക്കുകയാണ്. അതിനുശേഷം ഈ നൂല് ഇങ്ങനെ ചുറ്റിയിട്ട് ഇവിടെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് 3ഉം ഒരുമിച്ച് ഇരിക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് പിന്നിട്ട് കൊടുക്കണം. നമ്മുടെ തലമുടിയൊക്കെ പിന്നിടുന്നത് പോലെ നമുക്ക് ഈ ഷോളിന്റെ 3 ഭാഗങ്ങളും ഒന്ന് പിന്നിട്ട് കൊടുക്കാം. ഇതപ്പോൾ ഞാൻ പിന്നി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഒന്ന് തുന്നിയെടുക്കാം. ഇത് വിട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കണം. ഇനി നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കിയതിന് ശേഷം ചുറ്റി ഒന്ന് വെച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് തുന്നി കൊടുക്കണം. ഇത് വിട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്.
ഇതായിപ്പോൾ ഞാൻ ഇത് തുന്നി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് ഒരു മഗ്ഗൊക്കെ ഉപയോഗിച്ചിട്ട് ചായയൊക്കെ ഡൈനിങ് ടേബിളിൽ വയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് കുറച്ചും കൂടി വലുതാക്കിയാണ് നമ്മൾ തുന്നി എടുക്കുന്നതെങ്കിൽ നമുക്ക് വലിയ പാത്രം കൂടി വയ്ക്കാം. നമ്മൾ അടുപ്പത്തുനിന്ന് ഡയറക്റ്റ് ആയിട്ട് പാത്രങ്ങളൊന്നും വെച്ചു കൊടുക്കരുത്. കാരണം ഇത് നമ്മളൊരു നൈലോൺ പോലത്തെ ഒരു ഷോളല്ലേ, അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഉരുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിൽ വെച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഇനി കോട്ടന്റെ ഷോളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആദ്യം ഷാള് രണ്ടാക്കി കട്ട് ചെയ്തെന്ന് ബാക്കി ഒരെണ്ണം മാറ്റി വെച്ചിരുന്നില്ലേ, ആ ഒരു ഷോള് നല്ല പോലെ മടക്കിയതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിന്റെ ഹാൻഡിലിൽ ഇതേപോലെ ഒന്ന് ടൈറ്റ് ആയിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഈ ഫ്രിഡ്ജിൽ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കൈക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു കുഷ്യൻ മാതിരി ഇരിക്കും. മിക്കവാറും എല്ലാവരും ഫ്രിഡ്ജിലെ ഹാൻഡിലൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരു പഴയ ഷോളാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഇനി അടുത്തതായിട്ട് ഞാൻ ഒരു ഷോൾ എടുത്തിട്ടുണ്ട്. ഇതൊരു പർദ്ദയുടെ ഷോളാണ്. അപ്പം ഈ ഒരു ഷോൾ ഞാൻ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ആദ്യം വലിയൊരു പീസ് രണ്ടാക്കി മടക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെറിയൊരു വീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. 2 തുണി വേണം നമുക്കിതൊരു വള്ളി വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2 തുണിയായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മൾ രണ്ടാക്കി മടക്കിയത് ഷോള് അടിവശം നമ്മൾ മടങ്ങിയിരിക്കുന്നതാണ്. അത് അങ്ങനെ തന്നെ വയ്ക്കുക. ബാക്കി ഓപ്പൺ ആയിട്ടുള്ള 2 സൈഡുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ ഇതിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഷോളിന്റെ തയ്യലുള്ള സൈഡാണ്. അതുകൊണ്ട് ആ സൈഡ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ തയ്യലില്ലെങ്കിൽ നമുക്ക് ആ ഒരു സൈഡ് മടക്കി അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത് 2 സൈഡും തയ്ച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് ആ ഒരു വള്ളി വയ്ക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ ഇതേപോലെ വള്ളി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സഞ്ചി പോലെ യൂസ് ചെയ്യാം. നമ്മൾ കടകളിലൊക്കെ പോകുന്ന സമയത്ത് പച്ചക്കറികളും സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ കടയിലൊക്കെ ക്യാരി ബാഗ് വാങ്ങിക്കണമെങ്കിൽ അതിന് വേറെ പ്രത്യേകം പൈസയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ബാഗ് ഇതേപോലെ ഒരു ഷാൾ വെച്ച് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആണ്. ഒട്ടും കനമൊന്നുമില്ല. നമുക്ക് മടക്കി നമ്മൾ കൊണ്ടുപോകുന്ന ബാഗിൽ വയ്ക്കുകയും ചെയ്യാം. പൈസ കൊടുത്ത് നമുക്കിനി ക്യാരി ബാഗ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നല്ലൊരു ഐഡിയ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഷാളുകളൊക്കെ ആദ്യം കേടൊന്നും പറ്റിയിട്ടുണ്ടല്ലോ, ഷാളിനൊന്നും പെട്ടെന്നൊന്നും കീറിയൊന്നും പോകില്ലല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ഷാൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ക്യാരി ബാഗ് ഒക്കെ തയ്ച്ചെടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ഷോളാണ്. കർട്ടനൊന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ജനലിന്റെ ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് തൂക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അധികം വെയിലുള്ള സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് തൂക്കിയിട്ട് കൊടുക്കാം. വളരെ നല്ലതായിരിക്കും. പഴയ ഷോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. വളരെ നല്ല യൂസ്ഫുൾ ആണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ള ഏത് പേപ്പർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാർഡ്ബോർഡ് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ഒരു പേപ്പർ കട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സെന്ററിലുള്ള പോർഷൻ നമുക്ക് വേണ്ട, ഈ ഔട്ടർ പോർഷൻ മാത്രം നമുക്ക് മതി. ഞാൻ ആദ്യം നെറ്റിന്റെ ഷോൾ എടുത്തിരുന്നില്ലേ, ആ ഒരു ഷോളിന്റെ ബാലൻസ് തുണി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് ഞാൻ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു നെറ്റിന്റെ ഷോള് ഞാൻ ഈ ഒരു കാർഡ്ബോർഡിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നല്ല ടൈറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഗ്ലൂ ഗൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്റ്റാപ്ലെയർ വെച്ച് പിൻ ചെയ്ത് അടിക്കുകയാണ്. നല്ല ടൈറ്റ് ആക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടില് ഇയർ റിങ്സ് ഇല്ലേ, നമ്മുടെ കമ്മലുകളൊക്കെ നമുക്ക് കൊളുത്തി വെക്കാൻ വേണ്ടി നല്ലൊരു ഓർഗനൈസർ ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു ഇയർ റിങ്സ് ഓർഗനൈസറാണ് ഞാൻ ഇവിടെ പഴയ ഷോൾ വെച്ച് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മേൽഭാഗത്ത് എന്തെങ്കിലും ഒരു ക്ലിപ്പ് എന്തെങ്കിലും വെച്ചതിന് ശേഷം ആണിയിൽ തൂക്കിയിടുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ കമ്മലുകളൊക്കെ തൂക്കിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന പഴയ ഷാളൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള റീയൂസ് ഐഡിയ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.